നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. അച്ഛനമ്മമാർ വളരെ കഷ്ടപ്പെട്ടാണ് മക്കളെ വളർത്തി വലുതാക്കിയത്. അവർ പട്ടിണി കിടന്നപ്പോഴും നമ്മെ പട്ടിണിക്കിട്ടിട്ടില്ല. അവരുടെ ഇല്ലായ്മയിലും നമുക്കൊരു കുറവും വരുത്തിയിട്ടില്ല. പക്ഷെ വളർന്നു വലുതായി സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ വൃദ്ധമാതാപിതാക്കളെ ആർക്കും വേണ്ട. അവരുടെ പണവും സ്വത്തും മാത്രം മതിയെന്നായി. അങ്ങനെ സ്വത്തിനു വേണ്ടി അച്ഛനമ്മമാരെ കൊലപ്പെടുത്താൻ പോലും മടിക്കാത്ത മക്കളുടെ നാടായി കേരളം മാറുകയാണ്. ആലപ്പുഴയിൽ സ്വന്തം മാതാപിതാക്കളെ മകൻ വീടിന് തീ കൊളുത്തി ചുട്ടരിച്ചു കൊന്ന വാർത്ത ഏറെ നടുക്കത്തോടെയാണ് കേട്ടത്. ഈ കേസ് ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. നിങ്ങളെ ഞാൻ ചുട്ടരിക്കും, ചത്തില്ലെങ്കിൽ കൊല്ലും. ആലപ്പുഴ മാന്നാറിൽ സ്വന്തം മാതാപിതാക്കൾക്ക് നേരെയുള്ള ഒരു മകന്റെ കൊലവിളിയായിരുന്നു ഇത്. മാന്നാർ സ്വദേശി വിജയൻ അത് വെറുതെ പറഞ്ഞതല്ല. അയാൾ വീടിന് തീയിട്ട് വൃദ്ധമാതാപിതാക്കളെ ചുട്ടരിച്ചു കൊന്നു. സ്വത്ത് തർക്കത്തെ തുടർന്നുണ്ടായ പ്രകോപനമാണ് കൊലപാതകത്തിന് കാരണമായത്. കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ വീടിന് പെട്രോൾ ഒഴിച്ച് തീയിട്ടതാണെന്ന് പ്രതി വിജയൻ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. കൊല്ലപ്പെട്ട രാഘവന്റെയും ഭാരതിയുടെയും 5 മക്കളിൽ ഇളയവനാണ് കൊലയാളിയായ വിജയൻ. ഇന്ന് പുലർച്ചെ വീടിന് തീപടരുന്നത് കണ്ട നാട്ടുകാരാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുന്നത്. വീട് പൂർണ്ണമായും നശിച്ചു. വീട്ടിലുണ്ടായിരുന്ന രാഘവൻ, ഭാര്യ ഭാരതി എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾ പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. വീടിന് തീപിടിച്ച സമയം ദമ്പതികളുടെ മകൻ വിജയൻ നടന്നു പോകുന്നത് കണ്ടതായി നാട്ടുകാർ പോലീസിനെ അറിയിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വിജയൻ പിടിയിലാകുന്നത്. പ്രതി കുറ്റം സമ്മതിച്ചു. സ്വത്ത് തർക്കമാണ് കൊലപാതകത്തിന് കാരണം. മാതാപിതാക്കൾക്ക് എന്തു ചെയ്തു കൊടുത്താലും തൃപ്തിയില്ലായിരുന്നുവെന്നും എന്തു ചെയ്താലും അവർക്ക് പ്രശ്നമായിരുന്നുവെന്നും പ്രതി മൊഴി നൽകി. ഇതോടെ മാതാപിതാക്കളെ കൊല്ലാൻ തീരുമാനിച്ചു. പ്രതി കൃത്യം നടത്തിയത് ഒറ്റയ്ക്കാണെന്ന ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ പറഞ്ഞു. വീട് മുഴുവൻ പെട്രോൾ ഒഴിച്ച ശേഷം കത്തിക്കുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം ആത്മഹത്യ ചെയ്യാനായിരുന്നു പ്രതിയുടെ പദ്ധതി. അതിനു മുൻപേ പോലീസ് പിടികൂടി. അച്ഛനെയും അമ്മയെയും വകവരുത്തുവാൻ മകൻ വിജയൻ കഴിഞ്ഞ ഡിസംബർ 15 മുതൽ ശ്രമം തുടങ്ങിയെന്നും ജില്ലാ പോലീസ് മേധാവി. മോട്ടീവായ എലിമിനേഷൻ തന്നെ. കാരണം ഇയാൾ ചെയ്യുന്ന പല കാര്യങ്ങളും അച്ഛനും അമ്മയ്ക്കും യോജിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ടായിരുന്നു. എപ്പോഴും കംപ്ലൈന്റ് ആയിരുന്നു. അപ്പോൾ അതിൽ ഈവൻ ആ സമയത്ത് എനിക്ക് തോന്നുന്നു പോലീസ് പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു സൂയിസൈഡ് ഉണ്ടാവുമായിരുന്നു. പ്രതിന്റെ ഭാഗത്ത് നിന്ന് ഒരു സൂയിസൈഡ് എക്സ്പെക്ട് ചെയ്യാം. വീടിന് തീയിടുന്നതിനായി പ്രതി പെട്രോൾ വാങ്ങിയ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചു. കൂലിപ്പണിക്കാരനായ വിജയൻ ഉൾപ്പെടെ 5 മക്കളാണ് ദമ്പതികൾക്കുള്ളത്. ഒരാൾ നേരത്തെ മരിച്ചു. സ്വത്ത് സംബന്ധമായ തർക്കങ്ങളെ തുടർന്ന് മകളും കുടുംബവും വാടക വീട്ടിലേക്ക് മാറിയതോടെയാണ് വീട്ടിൽ വിജയനും മാതാപിതാക്കളും മാത്രമായത്. കഴിഞ്ഞ മാസം അച്ഛൻ രാഘവന്റെ കൈ വിജയൻ തല്ലിയൊഴിച്ചിരുന്നു. കഴിഞ്ഞ ദിവസവും ഉപദ്രവിച്ചതോടെ രാഘവൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇന്ന് മകൻ വിജയനോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നായിരുന്നു നിർദ്ദേശം. ഇതിനിടെയാണ് ദാരുണമായ കൊലപാതകം. ന്യൂസ് 18 ആലപ്പുഴ. തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വയസ്സുകാരി ദേവേന്ദുവിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മയ്ക്ക് നേരിട്ട് പങ്കുണ്ടോ? കഴിഞ്ഞ 2 ദിവസമായി ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. സീതുവിനോടുള്ള വിരോധമാണ് കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള കാരണമെന്ന് പ്രതി ഹരികുമാർ പറയുമ്പോഴും പോലീസ് അത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. കുഞ്ഞിന്റെ അമ്മ ശ്രീതുവും അമ്മാവൻ ഹരികുമാറും തമ്മിലുള്ള ബന്ധവും ഇടപാടുകളും സംബന്ധിച്ച് നിലനിൽക്കുന്ന അവ്യക്തത പോലീസിനെ കുഴപ്പിക്കുന്നുണ്ട്. കൂടുതൽ വ്യക്തതയ്ക്കായി ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനാണ് പോലീസിന്റെ നീക്കം.
ആവർത്തിച്ചുള്ള ചോദ്യം ചെയ്യലിലും കൊലപാതകത്തിൽ പങ്കില്ലെന്ന മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ് ശ്രീതു. പല ഘട്ടങ്ങളിലായി ജോൾസൺ ദേവിദാസിന് പണം നൽകി. നേരിട്ടാണ് പണം നൽകിയതെന്നും ശ്രീതു മൊഴി നൽകി. വിശദ പരിശോധനയ്ക്ക് ദേവിദാസിനെ ഇന്നും ബാലരാമപുരം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. തന്നെ കൊലപാതകവുമായി കൂട്ടിക്കെട്ടാൻ ബോധപൂർവമായ ശ്രമം നടന്നുവെന്നാണ് ദേവിദാസിന്റെ പ്രതികരണം. ഇതില് എനിക്ക് എന്റെ പേരിലുള്ള പരാതി അത് വ്യാജ പരാതിയാണ് എന്ന് തെളിയിക്കുക എന്നുള്ളത് അങ്ങനെയാണ് ഇന്നലെ പോയത്. ഒരു വാർത്ത കിട്ടിയാലിടൻ അതിനെ എങ്ങനെയൊക്കെ വളച്ചൊടിച്ച് ആ ആളിൻ്റെ ജീവിതകാലം മൊത്തം ഉണ്ടായിട്ടുള്ള എല്ലാ സംഭവങ്ങളെയും പുറത്തെടുത്ത് എങ്ങനെ വക്രീകരിച്ച് അയാളുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കാം എന്ന് ഗവേഷണം നടത്തുന്ന ചില ആളുകളുണ്ട്. അത് ശരിയല്ല. നെയ്യാറ്റിൻകര സബ് ജയിലിൽ കഴിയുന്ന പ്രതി ഹരികുമാറിനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ തെളിവെടുപ്പ് നടത്താനാണ് തീരുമാനം. 4 ടീമുകളായി തിരിഞ്ഞാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. എറണാകുളം ചോറ്റാനിക്കരയിൽ ആൺസുഹൃത്തിന്റെ ക്രൂരപീഡനത്തിനിരയായ പെൺകുട്ടിയുടെ മരണത്തിൽ പ്രതിക്കെതിരെ എന്തുകൊണ്ടാണ് പോലീസ് കൊലക്കുറ്റം ചുമത്താത്തത്? പ്രതി അനൂപ് പെൺകുട്ടിയെ കെട്ടിത്തൂക്കിയതാണോ എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ കൊല്ലാൻ പ്രതിക്ക് ഉദ്ദേശമുണ്ടായിരുന്നില്ലെന്നാണ് പോലീസ് വിലയിരുത്തൽ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ അനൂപിനെതിരെ കൊലക്കുറ്റം ഒഴിവാക്കിയിരിക്കുകയാണ്. കഴുത്തിലിട്ട കുരുക്കാണ് മസ്തിഷ്ക മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. അതിനിടെ മരിച്ച പെൺകുട്ടിയുടെ സംസ്കാരം നടന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ചോറ്റാനിക്കര കുരീക്കാടുള്ള വസതിയിലേക്ക് കൊണ്ടുവന്നു. അനൂപ് ജേക്കബ് MLA, ബന്ധുക്കളും സമീപവാസികളും അടക്കമുള്ളവർ ഇവിടെ അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിലെ ചടങ്ങുകൾക്ക് ശേഷം മൃതദേഹം സംസ്കരിച്ചു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് പെൺകുട്ടി മരിച്ചത്. കഴിഞ്ഞ 6 ദിവസമായി പെൺകുട്ടി വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു. പ്രതി അനൂപ് നിലവിൽ റിമാൻഡിലാണ്. സ്ട്രാങ്കുലേഷനാണ്, പക്ഷേ പ്രതി ശ്വാസം മുട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യൽ അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്. കുറ്റകരമായ നരഹത്യ എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ബാക്കി ബ്രെയിൻ ഡെത്ത് ഓൾറെഡി തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെന്റിലേറ്ററിൽ പോയത്. അപ്പോൾ ബ്രെയിൻ ഡെത്ത് ആദ്യമേ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു കൃത്യസമയത്തുള്ള മെഡിക്കൽ എയ്ഡ് കൊടുക്കാത്തതാണ് പ്രധാനമായിട്ടും ബ്രെയിൻ ഡെത്ത് സംഭവിക്കാനുള്ള റീസൺ. ഇല്ല, മർദ്ദിച്ചുള്ള ആ രീതിയിൽ തന്നെയുള്ള ദേഹമാസകലുള്ള മുറിവുകളുണ്ടായിട്ട് പറഞ്ഞു. കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശി അനൂപിനെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് പെൺകുട്ടി പരിചയപ്പെടുന്നത്. മറ്റൊരാളുമായി പെൺകുട്ടിക്കുള്ള സൗഹൃദത്തെ ചോദ്യം ചെയ്താണ് മർദ്ദിച്ചത്. ഇതേ തുടർന്ന് പെൺകുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്നാണ് പ്രതിയുടെ മൊഴി. എന്നാൽ പ്രതി തന്നെ കെട്ടിത്തൂക്കിയതാണോ എന്ന സംശയം പോലീസിനുണ്ട്. ഇക്കാര്യത്തിൽ വ്യക്തത വരാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് പരിശോധനാ ഫലവും പുറത്തുവരണം. ന്യൂസ് 18 കൊച്ചി. കൊല്ലം ചാത്തന്നൂർ ചിറക്കരയിലെ അനിൽകുമാർ എന്ന കുണ്ടുമൺ അനിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസ് ചിലർക്കെങ്കിലും ഓർമ്മ കാണും. 2015 ഫെബ്രുവരിയിലാണ് മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ അനിയെ 7 അംഗ സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. ക്ഷേത്രോത്സവത്തിനിടെയാണ് നാടിന് നടുക്കിയ കൊലപാതകം അരങ്ങേറിയത്. ആ കേസിൽ 10 വർഷത്തിന് ശേഷം കോടതി പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നു. കേസിലെ 6 പ്രതികൾക്ക് ജീവപര്യന്തം തടവാണ് ശിക്ഷ. 1-ാം പ്രതി പ്രജു ഇപ്പോഴും ഒളിവിലാണ്. പ്രജുവും കൊല്ലപ്പെട്ട അനിയും തമ്മിലുള്ള വ്യക്തിവിരോധമായിരുന്നു കൊലപാതകത്തിന് കാരണം. ഉണ്ടായിരുന്ന കേസിലാണ് കൊല്ലം 5ാം അഡീഷണൽ സെഷൻസ് കോടതി ഇപ്പോൾ 6 പേർക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത്.
മൂന്നാം പ്രതി നെടുങ്ങോലം സ്വദേശി ലാലു, നാലാം പ്രതി ചാത്തന്നൂർ സ്വദേശി രതീഷ്, അഞ്ചാം പ്രതി കല്ലുവാതുക്കൽ സ്വദേശി സാബു, ആറാം പ്രതി കോഴിപ്പാട് സ്വദേശി വിഷ്ണു, ഏഴാം പ്രതി വരിഞ്ഞം സുന്ദരമുക്ക് സ്വദേശി സുജിത്ത്, ഒൻപതാം പ്രതി കാവിൽ വീട്ടിൽ ഹണി എന്നിവർക്കാണ് ശിക്ഷ വിധിച്ചത്. വിചാരണയ്ക്കിടെ 2 പ്രതികൾ ആത്മഹത്യ ചെയ്തിരുന്നു. മറ്റൊരു പ്രതി രോഗം ബാധിച്ച് മരിച്ചു. 8 പ്രതികളെ കോടതി വെറുതെ വിട്ടു. എന്നാൽ കേസിലെ 1-ാം പ്രതി പ്രജു ഇപ്പോഴും ഒളിവിലാണ്. ഒന്നാം പ്രതി പ്രജുവും അനിയും തമ്മിലുള്ള വൈരാഗ്യമാണ് പിന്നീട് കൊലപാതകത്തിൽ കലാശിച്ചത്. മീനാട് സ്വദേശിയായ പ്രജുവിനെ കുണ്ടുമൺ അനി വീട്ടിൽ കയറി വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു. ഇതിന് പകരം ചോദിക്കാൻ ഉറപ്പിച്ച പ്രജു ഫെബ്രുവരി 12 തെരഞ്ഞെടുക്കുകയായിരുന്നു. ക്ഷേത്രോത്സവത്തിലെ നാടൻ പാട്ട് കേൾക്കാൻ എത്തിയതായിരുന്നു അനിയും രാജേഷും. തങ്ങൾ ആക്രമിക്കപ്പെടുമെന്ന വിവരം ലഭിച്ചതോടെ അനിയും രാജേഷും ബൈക്കെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ ഓട്ടോറിക്ഷയിൽ പിന്തുടർന്നെത്തിയ പ്രതികൾ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച കുണ്ടുമൺ അനിയെ പിന്തുടർന്നെത്തി കുളത്തിന് സമീപത്ത് വെച്ച് വെട്ടി കൊലപ്പെടുത്തി. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് രാജേഷിന്റെ സാക്ഷിമൊഴികളായിരുന്നു കേസിൽ നിർണായകമായത്. അനിയുടെ ശരീരത്തിൽ 110 മുറിവുകൾ ഉണ്ടായിരുന്നതായി കുറ്റപത്രത്തിൽ പറയുന്നു. കേസിന്റെ വിചാരണ തുടങ്ങിയപ്പോൾ ആദ്യ ദിവസം കോടതിയിൽ ഹാജരായ 1-ാം പ്രതി പിന്നീട് ഒളിവിൽ പോയി. 2-ാം പ്രതി സേതു, 13-ാം പ്രതി വിനു, 17-ാം പ്രതി സന്തോഷ് എന്നിവരായിരുന്നു വിചാരണയ്ക്കിടെ മരിച്ചത്. ന്യൂസ് 18 കൊട്ടാരക്കര. കൊച്ചിയിൽ സഹപാഠികളുടെ റാഗിങ്ങിനെ തുടർന്ന് 15-കാരൻ ആത്മഹത്യ ചെയ്ത സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കുന്നു. കുട്ടിയെ റാഗ് ചെയ്തെന്ന പരാതി ഉൾപ്പെടെയുള്ളവ സംഘം അന്വേഷിക്കുന്നുണ്ട്. വിഷയം അന്വേഷിക്കാൻ വിദ്യാഭ്യാസ മന്ത്രിയും നിർദ്ദേശം നൽകി. സംഭവത്തിൽ പ്രതിഷേധവുമായി പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. അതിനിടെ സ്കൂളിൽ വെച്ച് റാഗിംഗ് നടന്നുവന്ന ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. അതേസമയം റാഗിംഗ് നടന്നിട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് സ്കൂൾ അധികൃതർ. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് സിഐയുടെ നേതൃത്വത്തിലാണ് 10-അംഗ അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ടുള്ളത്. മിഹിറിന്റെ രക്ഷിതാക്കൾ DGPക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകുന്നത്. മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും പിന്നീട് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച കാര്യങ്ങളും വിശദമായി അന്വേഷിക്കും. സൈബർ വിദഗ്ധരുടെ സഹായവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ 2 വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തി. പരീക്ഷ നടക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ സ്കൂളിലേക്ക് പോലീസ് എത്താത്തതെന്നാണ് വിശദീകരണം. സ്കൂൾ അധികൃതരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തും. അതേസമയം വിദ്യാർത്ഥി പഠിച്ചിരുന്ന തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിനെതിരെ പ്രതിഷേധം ശക്തമാകുകയാണ്. സംഭവത്തിൽ അടിയന്തര നടപടി വേണമെന്ന ഹൈബി ഈഡനും ജില്ലാ ശിശുക്ഷേമ സമിതിയും കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് AYF ജില്ലാ സെക്രട്ടറി KR റനീഷും സർക്കാരിനോട് ആവശ്യപ്പെട്ടു. SFI ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് മാർച്ച് നടത്തി. പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം റാഗിംഗ് നടന്നിട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് സ്കൂൾ അധികൃതർ. ന്യൂസ് 18 കൊച്ചി. അയൽവാസികൾ തമ്മിൽ നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ പതിവായി കേൾക്കാറുണ്ട്. എന്നാൽ അയൽ തർക്കം ബോംബേറിൽ കലാശിച്ച സംഭവമാണ് 2 ആഴ്ച മുൻപ് പാലക്കാട് അമ്പലപ്പാറയിലുണ്ടായത്. നിർമ്മാണത്തിലിരിക്കുന്ന വീടിന് നേരെ നടന്ന പെട്രോൾ ബോംബാക്രമണത്തിൽ 2 തൊഴിലാളികൾക്ക് പരിക്കേറ്റിരുന്നു.
അതിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ മരിച്ചെന്ന വാർത്തയാണ് രാവിലെ കേട്ടത്. ആക്രമണത്തിൽ 40% പൊള്ളലേറ്റ കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. ജനുവരി 13-നാണ് അമ്പലപ്പാറ ചുനങ്ങാട് വാണി വിലാസിനിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന് നേരെ പെട്രോൾ ബോംബ് ആക്രമണം ഉണ്ടായത്. ആക്രമണം നടക്കുമ്പോൾ 6 തൊഴിലാളികളാണ് വീട്ടിലുണ്ടായിരുന്നത്. അന്ന് ഗുരുതരമായി പരിക്കേറ്റ കോഴിക്കോട് കൊയിലാണ്ടി കണ്ണൂർ സ്വദേശി വിഷ്ണുവാണ് മരിച്ചത്. ആക്രമണം നടത്തിയ അയൽവാസിയായ നീരജിനെ നേരത്തെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആക്രമണം നടക്കുമ്പോൾ വിഷ്ണു അടക്കമുള്ള തൊഴിലാളികൾ ഉറക്കത്തിലായിരുന്നു. ബാലുശ്ശേരി സ്വദേശി പ്രിയേഷിനും ഗുരുതരമായി പരിക്കേറ്റു. കൊയിലാണ്ടി കണ്ണൂർ സ്വദേശികളായ ജിതിൻ, ബാലൻ എന്നിവർക്ക് നിസാരമായും പരിക്കേറ്റു. മറ്റ് 2 പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പുലർച്ചെ 2:17 വാണി വിലാസിനി അങ്കണവാടി റോഡ് അവസാനിക്കുന്നിടത്തെ വീട്ടിലാണ് സംഭവം. നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ കുളത്തിന്റെ പടവുകൾ നിർമ്മിക്കാനെത്തിയവർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. പൂമുഖത്തെ ചുമരിലേക്കെറിഞ്ഞ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് നിലത്ത് തീ പടരുകയായിരുന്നു. നാട്ടുകാരും പോലീസുമാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ന്യൂസ് 18 പാലക്കാട്. മദ്യപാനത്തിനിടെ സുഹൃത്തുക്കൾ തമ്മിൽ തല്ലുകയും അത് കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്ത സംഭവങ്ങൾ പതിവായി കേൾക്കുന്നുണ്ട്. മദ്യപിച്ച് ലക്ക് കിട്ടുകഴിഞ്ഞാൽ ചെറിയ പ്രകോപനം മതി കാര്യങ്ങൾ കൈവിട്ടു പോകാൻ. പാലക്കാട് നെന്മാറ തിരുവഴിയാട് യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ഉറ്റ സുഹൃത്താണ്. നെന്മാറ സ്വദേശി ഷാജിയെ ആക്രമിച്ച കേസിൽ പ്രതി പ്രജീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇരട്ടക്കൊലയുടെ ഞെട്ടൽ മാറുന്നതിന് മുമ്പാണ് നെന്മാറയിൽ അടുത്ത സംഭവം. 11:30 കയറാടി സ്വദേശി ഷാജിക്ക് വെട്ടേറ്റത്. പാലക്കാട് നെന്മാറ തിരുവാഴിയാട് സ്വദേശിയാണ് ഷാജി. മദ്യപാനത്തിനിടെ ഉണ്ടായ തർക്കത്തെ തുടർന്ന് സുഹൃത്താണ് ഷാജിയെ ആക്രമിച്ചതെന്നാണ് പ്രാഥമിക വിവരം. സംഭവത്തിൽ ഷാജിയുടെ സുഹൃത്ത് ടിൻഡുമോൻ എന്ന പ്രജീഷ് അറസ്റ്റിലായി. ആയുധം ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ കഴുത്തിനും കൈക്കുമാണ് വെട്ടേറ്റത്. നിലത്ത് വീണ ഷാജിയെ പിന്നീട് കാലിലും വെട്ടി. കുത്തിക്കൊലപ്പെടുത്താനും ശ്രമം നടന്നെങ്കിലും പരാജയപ്പെട്ടു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി പ്രജീഷിനെ ഇയാളുടെ വീട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. SI R രാജേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഷാജിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് 18 പാലക്കാട്. കവർച്ചാ സംഘങ്ങൾ നാട്ടിലിപ്പോൾ വിലസുകയാണ്. അടച്ചിട്ട വീടുകളും ആരാധനാലയങ്ങളും കേന്ദ്രീകരിച്ചാണ് മോഷണം നടക്കുന്നത്. പാലക്കാട് ക്ഷേത്രത്തിൽ ഭണ്ഡാരം കുത്തിത്തുറന്ന് സ്വർണവും പണവും കവർന്നു. മുഖം മറച്ചെത്തിയ ആളാണ് മോഷണം നടത്തിയത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം. പാലക്കാട് കല്ലടിക്കോട് കാഞ്ഞിക്കുളം സത്രംകാവിലാണ് മോഷണം നടന്നത്. മുഖം മറച്ച് കമ്പിയുമായി എത്തിയാണ് പ്രതി മോഷണം നടത്തിയത്. തോർത്തുകൊണ്ട് മുഖം വരിഞ്ഞുകെട്ടി അമ്പലത്തിലെ ഓഫീസിന്റെ ഡ്രോ തുറക്കുന്നതും പിന്നീട് അലമാര കുത്തി തുറക്കുന്നതും ക്യാമറയിൽ പതിഞ്ഞിരുന്നു.
അലമാര തുറക്കാൻ കമ്പിപ്പാര എന്ന് തോന്നുന്ന നീളമുള്ള കമ്പി ഉപയോഗിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ശേഷം 4 ഭണ്ഡാരങ്ങളും ഓഫീസും അലമാരയും കുത്തി തുറന്നു. ഇന്ന് രാവിലെ ഓഫീസ് തുറക്കാനെത്തിയ ജീവനക്കാരാണ് ഭണ്ഡാരങ്ങളും ഓഫീസും കുത്തിപ്പൊളിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് കോങ്ങാട് പോലീസിൽ ക്ഷേത്ര കമ്മിറ്റി വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 പാലക്കാട്. പോലീസ് പട്രോൾ ഇനി പോകുന്നത് കോട്ടയം കുറുപ്പന്തറയിലേക്കാണ്. കുറുപ്പന്തറയിൽ ആളില്ലാത്ത വീട്ടിൽ മോഷണം. വീടിന്റെ വാതിൽ തകർത്ത് അകത്തു കയറിയ കള്ളൻ 20 പവൻ സ്വർണം മോഷ്ടിച്ചു. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വീടുമായി അടുപ്പമുള്ളവരാണോ മോഷണത്തിന് പിന്നിലെന്നും പരിശോധിക്കുന്നുണ്ട്. കുറുപ്പന്തറ പുളിന്തറ വളവിന് സമീപം ആനിത്തോട്ടത്തിൽ സേവ്യറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി സേവ്യറും ഭാര്യ ലീലാമ്മയും വീട്ടിലുണ്ടായിരുന്നില്ല. രാവിലെ വീട്ടിലെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി തിരിച്ചറിഞ്ഞത്. എത്രയാവും വന്ന് കുളിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ന് വാതിൽ തുറന്നു അകത്ത് കയറി കഴിഞ്ഞപ്പം ഒരു കഷ്ണം ഡോറിൻ്റെ അടന്ന് വീഴുന്ന ശബ്ദം കേട്ടു. എന്നാലും നോക്കിയപ്പോഴാണ് ഇതിന് ഡോറ് തുറന്ന് പാളി. നിങ്ങളോട് ഇല്ല എന്നല്ലേ? ഞങ്ങൾ അപ്പുറത്ത് അവിടെയാണ് താമസിക്കുന്നത്. ഫാദർ മാത്രമേ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ അവിടെ താമസിക്കുകയാണ്. മുൻവശത്തെ വാതിൽ പൊളിച്ചാണ് കള്ളൻ അകത്ത് പ്രവേശിച്ചത്. വീടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന താക്കോൽ കണ്ടെത്തി അലമാര തുറന്ന് സ്വർണമെടുക്കുകയായിരുന്നു. തുടർന്ന് പുറകുവശത്തുള്ള വാതിൽ തുറന്ന് മോഷ്ടാവ് രക്ഷപ്പെട്ടു. കടുത്തുരുത്തി പോലീസ് സ്റ്റേഷൻ SHO റിനീഷ് ഇല്ലിക്കലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കോട്ടയം. പാതി വിലയിൽ സ്കൂട്ടർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഇടുക്കിയിൽ കോടികളുടെ തട്ടിപ്പ്. നെടുങ്കണ്ടം, കമ്പംമേട്ട്, ഉടുമ്പൻചോല സ്റ്റേഷനുകളിൽ നിരവധി സ്ത്രീകളാണ് തട്ടിപ്പിനിരകളായത്. ഇടുക്കിയിലെ വിവിധ സ്റ്റേഷനുകളിലായി നിലവിൽ 500ഓളം പരാതികൾ ലഭിച്ചതായാണ് വിവരം. സീഡ് എന്ന പേരിൽ വിവിധ മേഖലകളിൽ സൊസൈറ്റികൾ രൂപീകരിച്ചായിരുന്നു തട്ടിപ്പ്. സീഡ് സൊസൈറ്റിയുടെ അമരക്കാരനായ തൊടുപുഴ കുടയത്തൂർ സ്വദേശി അനന്തു കൃഷ്ണനെ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെയാണ് ഇടുക്കിയിലെ വിവിധ സ്റ്റേഷനുകളിൽ പരാതിയുമായി പണം നിക്ഷേപിച്ചവർ എത്തിയത്. ഏതാണ്ട് ഒരു 2 മാസം മുമ്പ് മൊടൂര് 27 പേരുടെ പൈസ ഇവർ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അന്ന് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട പരാതിയുടെ പുറത്താണ് ആ പൈസ തിരിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അന്ന് ഈ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും ഈ കമ്പനി ഫ്രോഡാണെന്നുള്ളൊരു വിവരം ആരെങ്കിലും പൊതുജനങ്ങളെ ആരെങ്കിലും അറിയിക്കുകയാണെങ്കിൽ ഇതുവരെ ബാക്കി അത് കഴിഞ്ഞിട്ട് കൊടുത്ത ആളുകളുടെ പൈസ ആണെങ്കിലും നഷ്ടപ്പെടാതെ സംരക്ഷിക്കാമായിരുന്നു. ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ലാപ്ടോപ്പിനും മറ്റേ ഗൃഹോപകരണങ്ങൾക്കും ഒക്കെ ആയിട്ട് പകുതി പൈസ അവിടെ അടച്ച് ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. വിവിധ കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് സാമൂഹിക ഉന്നമനം ലക്ഷ്യം വെച്ച് പദ്ധതികൾ നടപ്പിലാക്കുന്നു എന്നതായിരുന്നു സീഡ് സൊസൈറ്റിയുടെ പ്രചരണം. കേരളത്തിലെ വിവിധ ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ച് സൊസൈറ്റികൾ രൂപീകരിച്ചായിരുന്നു സാധാരണക്കാരെ ആകർഷിച്ചത്. ആദ്യഘട്ടത്തിൽ വളങ്ങളും കൃഷി ഉപകരണങ്ങളും അടക്കമുള്ളവ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം ജനപ്രതിനിധികളാണ് നിർവഹിച്ചത്. ജനപ്രതിനിധികളും ആശാ വർക്കർമാരും ഉൾപ്പെടെയുള്ളവർ പ്രൊമോട്ടർമാരായും എത്തിയതോടെ കൂടുതൽ ആളുകൾ പണം നിക്ഷേപിച്ചു. MLA ഒന്ന് അഡ്രസ് ചെയ്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചതിന്റെ ക്രെഡിബിലിറ്റി എത്ര ഉണ്ടാകുമെന്ന് വിചാരിച്ചു. ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഇപ്പോഴാണ് അറിയുന്നത് എങ്ങനെയൊക്കെയാ തട്ടിപ്പെന്ന് അറിയുന്നത്. പോലീസ് പറഞ്ഞിരിക്കുന്നത് അയാൾ പാപ്പരാണ്, അയാളുടെ കയ്യിലൊന്നുമില്ല. അയാൾ 700 കോടിയുടെ ഏകദേശം തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. 27 വയസ്സുള്ളൂ അയാൾക്ക്. ഇടുക്കിയിലെ വിവിധ സ്റ്റേഷനുകളിലായി നിലവിൽ 500ഓളം പരാതികൾ ലഭിച്ചതായാണ് വിവരം.
ലഭ്യമായ പരാതികൾ പ്രകാരം 3 കോടിയോളം രൂപയാണ് തട്ടിച്ചത്. 60,000 രൂപ വരെയാണ് സ്ത്രീകളുടെ പക്കൽ നിന്നും വാങ്ങിയത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 62 സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചായിരുന്നു തട്ടിപ്പ്. ഏറ്റവും അധികം ആളുകൾ പണം നിക്ഷേപിച്ചത് ഇടുക്കിയിലാണ് എന്നാണ് സൂചന. അതേസമയം പണം നൽകിയവർക്കെല്ലാം ഉടൻ സ്കൂട്ടി നൽകുമെന്നാണ് തങ്ങൾക്ക് ലഭിച്ച വിവരമെന്ന് പ്രൊമോട്ടർമാർ പറയുന്നു. വാഗ്ദാനം ചെയ്ത സ്കൂട്ടിയും മറ്റുപകരണങ്ങളും ലഭ്യമായില്ല എങ്കിലും നിക്ഷേപിച്ച പണമെങ്കിലും ലഭിക്കുമോ എന്നാണ് ജനപ്രതിനിധികളെ അടക്കം വിശ്വസിച്ച് പണം നിക്ഷേപിച്ച സാധാരണക്കാർ ചോദിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. കൂത്താട്ടുകുളം നഗരസഭയിലെ രാഷ്ട്രീയ സംഘർഷത്തിൽ പോലീസിനെ പ്രതിക്കൂട്ടിലാക്കിയാണ് എറണാകുളം റൂറൽ ASPയുടെ റിപ്പോർട്ട്. സംഭവത്തിൽ നടപടിക്ക് ശുപാർശ ചെയ്ത് റൂറൽ SP DIGക്ക് റിപ്പോർട്ട് കൈമാറി. കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ പോലീസ് CPMന് ഒത്താശ ചെയ്തുവെന്നായിരുന്നു ആരോപണം. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നാലെ മക്കൾ നൽകിയ പരാതി അന്വേഷിക്കാൻ കാലതാമസം വന്നെന്നും റിപ്പോർട്ടിലുണ്ട്. കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ പോലീസും CPMും ഒത്തുകളിച്ചെന്ന പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്നതാണ് ASPയുടെ റിപ്പോർട്ട്. നഗരസഭയിലെ സംഘർഷം തടയുന്നതിൽ മൂവാറ്റുപുഴ DYSP PM ബൈജുവിനും CIക്കും വീഴ്ച സംഭവിച്ചു. അവിശ്വാസ പ്രമേയ ചർച്ച ചെയ്യണമെന്ന കോടതി ഉത്തരവ് നടപ്പാക്കാൻ കഴിയാഞ്ഞതും വീഴ്ചയായി ചൂണ്ടിക്കാട്ടുന്നു. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതിനു പിന്നാലെ മക്കൾ നൽകിയ പരാതി അന്വേഷിക്കാൻ കാലതാമസം വന്നുവെന്നും റിപ്പോർട്ടിലുണ്ട്. കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ കലാരാജു ഉണ്ടെന്നറിഞ്ഞിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ല. പോലീസ് വീഴ്ച ചൂണ്ടിക്കാട്ടിയുള്ള റിപ്പോർട്ട് ASP PM കൃഷ്ണൻ SPക്ക് കൈമാറി. വീഴ്ചയിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട് റൂറൽ SP വൈഭവ് സക്സേന DIGക്ക് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ആരോപണങ്ങൾക്ക് പിന്നാലെ കേസ് അന്വേഷണ ചുമതല മൂവാറ്റുപുഴ DYSPയിൽ നിന്നും ആലുവ DYSPക്ക് കൈമാറിയിരുന്നു. പിന്നാലെയാണ് ബ്രാഞ്ച് സെക്രട്ടറി അടക്കം 3 CPMകാരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 കൊച്ചി. മക്കൾ മാതാപിതാക്കളെയും മാതാപിതാക്കൾ മക്കളെയും കൊലപ്പെടുത്തുന്ന ഒരു കെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സഹോദരങ്ങൾ പരസ്പരം തമ്മിൽ തല്ലുകയും ജീവനെടുക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ. ലഹരിക്കടിമകളായവരുടെയും മാനസിക രോഗികളുടെയും കൊലവിളിയിൽ ഭയന്നു വിറച്ച് കഴിയുന്ന അയൽവാസികൾ. കേട്ടാൽ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. ഇവിടെ മദ്യവും ലഹരിയും പണവും സ്വത്തുമൊക്കെയാണ് ഉറ്റവരുടെ പോലും ജീവനെടുക്കാൻ കാരണം. കൊല്ലുന്നവനെപ്പോഴും പല ന്യായീകരണങ്ങൾ കാണും. സ്വന്തം മാതാപിതാക്കളെയും മക്കളെയും കൊലപ്പെടുത്തിയാലും കുറ്റബോധം ലവലസമില്ലാത്തവരുമുണ്ട്. ഓർക്കുക, പെട്ടെന്നുള്ള പ്രകോപനം എത്രയോ മനുഷ്യരുടെ രക്തമാണ് ഈ മണ്ണിൽ വീഴ്ത്തുന്നത്. എത്രയോ കുടുംബങ്ങളെയാണ് കണ്ണീരിലാഴ്ത്തുന്നത്. നിരവധി കുഞ്ഞുങ്ങളെയാണ് അനാഥരാക്കുന്നത്. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.